US ആവശ്യം ഇന്ത്യ അംഗീകരിച്ചേക്കുമെന്ന സൂചന. വെനസ്വേലയിൽ നിന്ന് ഇനി മുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പരിഗണനയിലാണ്. വെനസ്വേല ഇന്ത്യയുടെ ദീർഘകാല വ്യാപാര പങ്കാളിയെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന എന്ന സ്ഥിരം പല്ലവി ആവർത്തിച്ച് രൺധീർ ജയ്സ്വാൾ ഇന്ന് വാർത്താസമ്മേളനം നടത്തി. The government has stated publicly on several occasions, including me here, that ensuring the energy security of 1.4 billion Indians is the supreme priority of the government. Diversifying our energy sourcing in keeping with objective market conditions and evolving international dynamics is at the core of our strategy to ensure this. All of India's decisions are taken and will be taken with this in mind. As far as Venezuela is concerned, it has been a long-standing partner for us in the area of energy, both on the trade side and as also on the investment side. We were importing energy or crude oil from Venezuela till 2019-20, and thereafter we had to stop. Again, we started buying oil from Venezuela in 2023-2024, but had to stop, which were halted because of reimposition of sanctions. As you are aware that Indian PSUs, they have established partnership with the National Oil Company of Venezuela, PDVSA, and they have our PSUs have maintained presence in the country since 2008. Consistent with our approach to energy security, India remains open to exploring the commercial merits of any crude supply options, including from Venezuela. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതുവരെ ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിലും ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ആദ്യം ട്രംപ് ഇക്കാര്യം പ്രസ്താവിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, അതിനുശേഷം ഇന്ത്യ ഇത് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ട്രംപിന് മോദി നന്ദി പറയുന്നു. പക്ഷേ അതിനുശേഷമൊക്കെ ഉണ്ടായിരുന്ന അവ്യക്തതകൾ അത് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്നുണ്ടോ ഈ വാർത്താ സമ്മേളനം? ഒരിക്കലുമില്ല രഞ്ജിത്ത്. ഇപ്പോൾ രൺധീർ ജയ്സ്വാൾ തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം, കരാർ സംബന്ധിച്ചുള്ള അതിൻ്റെ പൂർണ്ണ രൂപം 4-5 ദിവസത്തിനകം പ്രതീക്ഷിക്കാം എന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അപ്പോൾ കരാറിൻ്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടാൽ മാത്രമേ ഇന്ത്യ ഏതൊക്കെ വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ ലോക്സഭയിൽ പീയൂഷ് ഗോയൽ ഈ കരാർ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായി. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ളൊരു വിശദീകരണം തന്നെയാണ് ഇന്ന് വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ നടത്തിയത്. ഇതിൽ നമുക്കൊരു പുതിയ വിവരം അറിയാൻ സാധിക്കുന്നത് വെനസ്വേലയുടെ കാര്യത്തിൽ മാത്രമാണ്. അക്കാര്യത്തിലൊരു അവ്യക്തതയുണ്ടായിരുന്നു. ട്രംപ് ആദ്യം ഈ ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ അദ്ദേഹം അവകാശപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തും, അതുപോലെ തന്നെ വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങും എന്നുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്. ഇതിൽ വെനസ്വേലയുടെ കാര്യവും അതുപോലെ തന്നെ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തുമോ എന്നുള്ള കാര്യവും മാധ്യമപ്രവർത്തകർ ഇന്ന് രൺധീർ ജയ്സ്വാളിനോട് ചോദിച്ചിരുന്നു. അതിൽ വെനസ്വേലയുടെ കാര്യത്തിനാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയത്. അതായത് വെനസ്വേല ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു വ്യാപാര പങ്കാളിയാണ്. 2019-20 കാലയളവ് വരെ ഇന്ത്യ സ്ഥിരമായി വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിരുന്നു. ആ സമയത്ത് അത് നിർത്തിവെച്ചിരുന്നു താൽക്കാലികമായി. എന്നിട്ട് 2023-24 കാലയളവിൽ വീണ്ടും വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുകയുണ്ടായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം അത് പിന്നീടും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. 2008 മുതൽ തന്നെ ഇന്ത്യ വെനസ്വേലയുടെ ഒരു മാർക്കറ്റുമായി സ്ഥിരം ബന്ധം പുലർത്തുന്നുണ്ട്. വീണ്ടും അവിടെ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പരിഗണനയിലാണെന്നാണ് രൺധീർ ജയ്സ്വാൾ വിശദീകരിച്ചത്. അതേസമയം റഷ്യയുടെ കാര്യത്തിൽ അവിടെയും ഇവിടെയും തൊടാത്ത ഒരു മറുപടി തന്നെയാണ് രൺധീർ ജയ്സ്വാൾ ഇന്ന് പറഞ്ഞത്. അദ്ദേഹം മുൻപ് പലതവണ ആവർത്തിച്ചിട്ടുള്ള അതേ ഉത്തരം ഇന്നലെ ലോക്സഭയിൽ പീയൂഷ് ഗോയൽ ആവർത്തിച്ച അതേ കാര്യം, ഈ ഏതാണ്ട് സ്ക്രിപ്റ്റഡ് പോലെ അതേ കാര്യം തന്നെയാണ് ഇന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അതായത് 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ അത് സാധിച്ചു കൊടുക്കുക അത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യസ്ഥതയാണ്. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ അത് പൂർത്തീകരിക്കുന്ന ഒരു കരാറിലാണ് ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ളത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ
ക്രൂഡ് ഓയിൽ പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങുക. ഇതിൽ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും അതുപോലെ തന്നെ വിപണി സാഹചര്യങ്ങളും മാത്രമാണ് ഇന്ത്യ പരിഗണിക്കുന്നതെന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഇതുതന്നെയാണ് ഇന്നലെ ലോക്സഭയിൽ പീയൂഷ് ഗോയൽ ആവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കാർഷിക വിപണിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം വ്യാപാര കരാർ ഈ പറഞ്ഞതുപോലെ ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇനി അത് വന്നാൽ മാത്രമേ ഈ അവ്യക്തതയുള്ള ഭാഗങ്ങൾ അത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു.